ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ അമേരിക്കയിൽ നിന്ന് ഒരു ടീം ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. P-81 എന്ന് പറഞ്ഞ ആ ഒരു എയർക്രാഫ്റ്റ് കാരിയർ, അതുമായിട്ട് ബന്ധപ്പെട്ട നെഗോസിയേഷൻ നമ്മളൊരു 6 ഓർഡർ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ആ ഒരു ഓർഡർ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നെഗോസിയേഷന്റെ ഭാഗമായിട്ട് ഒരു ടീം ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഒരു ടീം അമേരിക്കയിൽ എത്തിയിട്ടുണ്ട്. ട്രേഡ് താരിഫുമായിട്ട് ബന്ധപ്പെട്ട നെഗോസിയേഷൻ ഞാൻ ഓൾറെഡി തന്നെ എൻ്റെ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഇതിന്റെ പുറകിലുള്ള കാരണം? ഐമാക് കോറിഡോറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ത്യ ഒരു ആയുധമായിട്ട് എടുത്ത്, ഒരു ടൂളായിട്ട് എടുത്ത് ഉപയോഗിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വിക്രം മിസ്രി, നമ്മളുടെ ഫോറിൻ എൻവോയ്, പുള്ളി മിഡിൽ ഈസ്റ്റ് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ തികച്ചും ഈ ഒരു കോറിഡോറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടുതൽ ചർച്ചയായതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇന്ത്യയുടെ മൾട്ടി ലെയർ എയർ ഡിഫൻസ് സിസ്റ്റം അതിന്റെ ഭാഗമായിട്ട് ബാരക് 8 എന്ന് പറഞ്ഞ ആ ഒരു മിസൈൽ ഉൾപ്പെടുത്തുന്നതായിട്ടുള്ള വാർത്ത വരുന്നുണ്ട്. അപ്പൊ അതായത് ഈ ബാരക് 8 എന്ന് പറയുന്നത് ഇസ്രായേലും ഇന്ത്യയും ആ ഒരു കൂട്ടായ തീരുമാനത്തിൽ നിർമ്മിച്ചെടുത്ത ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ്. ആ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം നമ്മളുടെ മൾട്ടി ലെയർ സുദർശൻ ചക്ര എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു മൾട്ടി ലെയർ എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ നമ്മൾ ബാരക് 8 എയർ ഡിഫൻസ് സിസ്റ്റം ഉൾപ്പെടുത്തുകയാണ്. ഇന്ത്യയിലെ കുറെ യൂട്യൂബേഴ്സ് കൊട്ടി ആഘോഷിച്ച ചൈനയുടെ ലേസർ വെപ്പൺ കാണിക്കാം. ഈ സാധനം ഇതിൽ ഗ്ലാസ് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു, വേറെ ഒന്നുമില്ല അതിനകത്ത്. അപ്പൊ ഈ ഒരു സാധനം സൗദിയിൽ പരീക്ഷിച്ചപ്പോഴത്തേക്കും പരാജയപ്പെട്ടിരിക്കുകയാണ്. ട്രംപ് മാത്രമല്ല ഇന്ത്യക്ക് പ്രഷർ തരുന്നത്. അതായത് ഒരു സൈഡിൽ നമ്മൾ നെഗോസിയേഷൻ വിളിക്കുകയും അവിടെ നെഗോസിയേഷൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓൺഗോയിങ് താരിഫ് നെഗോസിയേഷൻ ആ ഒരു ടൈമിൽ തന്നെ ട്രംപിന്റെ ചില ചിൽബന്ദികളുണ്ടല്ലോ, അതായത് പീറ്റർ നെവറോ എന്ന് പറഞ്ഞ അങ്ങനത്തെ ആൾക്കാരൊക്കെ. അപ്പൊ അവരൊക്കെ പറയുന്നത് അൺഫെയർ ട്രേഡ് ഡീൽ ഇന്ത്യയുമായിട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്നാണ് കക്ഷി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് പറയാനുള്ള വേറൊന്നുമില്ല. അമേരിക്കയ്ക്കും അമേരിക്കൻ ജനങ്ങൾക്കും ട്രംപ് ഭരണകൂടത്തിനും ഇന്ത്യയുമായിട്ട് ട്രേഡ് നെഗോസിയേഷൻ വേണം. പക്ഷെ ഇതേപോലത്തെ ചില ചിൽബന്ദികളുണ്ടല്ലോ, യോമാർക്കാണ് ഇപ്പൊ ഇരിക്കപ്പുറത്തിയില്ലാത്തത്. ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗുകൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കാണ്. അതായത് ട്രേഡ് ഡീൽ സൈൻ ചെയ്ത് എഗ്രിമെന്റ് പുറത്തു വരുന്നത് വരെ പീറ്റർ നെവറോ ഇതേപോലെ പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഇതിലൊക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ അപ്രിസിയേഷൻ കിട്ടുന്നുണ്ടായിരിക്കും. പീറ്റർ നെവറോ ഗുഡ് എന്ന ആൾക്കാർ പറയുന്നുണ്ടായിരിക്കും ട്രംപ് അഡ്മിനിസ്ട്രേഷന് ഉള്ളിൽ നിന്ന്. അപ്പൊ അതുകൊണ്ടായിരിക്കും പുള്ളി ഇങ്ങനെയൊക്കെ വിടുവായ്ത്തരങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്ത് നാണക്കേടാണെന്ന് നോക്കൂ. ആൾക്കാർ ചിരിക്കത്തില്ലേ? ട്രംപ് ഇതിനെ ഓൾറെഡി ട്വീറ്റ് ചെയ്ത് ഇന്ത്യയുമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് ട്വീറ്റ് ചെയ്തതിനു ശേഷവും വീണ്ടും പീറ്റർ നെവേറോ ഇങ്ങനെ ഒരു പ്രഷർ പോളിസി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ട്രംപ് പീറ്റർ നെവേറോയെ ഒരു SMS പാക്കേജ് ആയിട്ടാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് തോന്നുന്നു. കാരണം ഇപ്പോഴും ട്രംപ് പേ ചെയ്ത് പർച്ചേസ് ചെയ്ത ഒരു SMS പാക്കേജ് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പാക്കേജ് എക്സ്പയറി ആകുന്നവരെ ഈ ഒരു മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ബൈ ഡീഫോൾട്ട് മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. പീറ്റർ നെവേറോ അറിയുന്നില്ല വൈറ്റ് ഹൗസിൽ ഈ നെഗോസിയേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നെവേറോ അറിയുന്നില്ല. ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് ആരെങ്കിലും അറിയിക്കണം. പീറ്റർ നെവേറോയെ ആരും തന്നെ ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ സീരിയസ് ആയിട്ട് കരുതുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് പീറ്റർ നെവേറോ 4 ദിവസങ്ങൾക്ക് മുമ്പുള്ള സ്റ്റേറ്റസ് കോ പിന്തുടർന്ന് പോകുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതേപോലത്തെ ദുരന്തങ്ങളൊക്കെ 1-2 മതി ഒരു രാജ്യത്തിന്, ആ രാജ്യം നശിച്ചോളും. ജപ്പാൻ ഇന്ത്യയുമായിട്ട് ചേർന്ന് 2027 വിക്ഷേപണം നടത്താൻ വേണ്ടിയിരിക്കുന്ന ആ ഒരു സാറ്റലൈറ്റിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആ സാറ്റലൈറ്റിന്റെ പ്രത്യേകത സ്പേസിൽ കിടക്കുന്ന ഡെബ്രീസിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് കേട്ടോ. ഈ രീതിയിലും ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വരണം. പാകിസ്ഥാനിൽ UN വെച്ചിട്ട് ഇന്ത്യ കൃത്യമായിട്ടുള്ള ഒരു മറുപടി. അതായത് ഇന്ത്യയെ ബെൻസ്കാറുമായിട്ടും പാകിസ്ഥാനെ ഡംപ് ട്രക്കായിട്ടാണ് ഉപമിച്ചിരുന്നത് ആസിം മുനീർ. അത് പാകിസ്ഥാൻ കാലിയടിച്ച് വരുന്ന ഒരു ലോറിയാണ്, ഡംപ് ലോറി. അതിന്റെ മുന്നിൽ ഇന്ത്യ പളവളന്ന് തിളങ്ങി കിടക്കുന്ന ഒരു ബെൻസ് കാർ. അപ്പൊ ഈ ഒരു ഡംപ് ലോറി വന്നിട്ട് ബെൻസ് കാറിൽ ഇടിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം ബെൻസ് കാരനാണ്. അതാണ് പുള്ളി പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെ പാകിസ്ഥാനെ ഉപമിച്ചതാണ് അവിടെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത്. പാകിസ്ഥാനെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ദുരന്തമായിട്ടുള്ള ഒരു ഡംപ് ലോറി ആയിട്ട് ഉപമിച്ചു എന്നുള്ളതിലാണ് ഏറ്റവും കൂടുതൽ ചോദ്യം നേരിടേണ്ടി വന്നത് അസീം മുനീറിന്. അപ്പൊ അതേ സെയിം സ്റ്റേറ്റ്മെന്റ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒരു ഡംപ് ട്രക്ക് ആണെന്നാണ് ഇന്ത്യ യുണൈറ്റഡ് നേഷൻസിൽ തന്നെ ഇരുന്ന് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ചെയർ അലങ്കരിക്കുന്നത് പാകിസ്ഥാനാണ്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു മറുപടിയും പറയാനില്ല. കാരണം ഈ സ്റ്റേറ്റ്മെന്റ് ഗ്ലോബലി തന്നെ ചർച്ചയായതാണ്. ഡിക്സൺ എന്ന് പറഞ്ഞൊരു കമ്പനി, ഈ ഡിക്സൺ എന്ന് പറഞ്ഞ കമ്പനി സ്മാർട്ട് ഫോൺ മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഇവര് ഇന്ത്യയിലെ മാനുഫാക്ചറിങ് ചെയ്യുന്ന സ്മാർട്ട് ഫോണുകളുടെ ക്വാണ്ടിറ്റിയിൽ 22% ഷെയർ ഇവരുടെ കയ്യിലാണ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇവരിപ്പം നമ്പർ 1 സ്മാർട്ട് ഫോൺ എക്സ്പോർട്ടർ ആയിട്ട് മാറിയിരിക്കുകയാണ് ഇന്ത്യക്കുള്ളിൽ. ഇവിടെ ആപ്പിൾ ഉണ്ട്, ഫോക്സ്കോൺ, അതുപോലെ തന്നെ വിവോ ഉണ്ട്, ഇതേപോലെ സാംസങ് ഉണ്ട്, പല ബ്രാൻഡുകളും ഇന്ത്യക്കുള്ളിലുണ്ട്. അവരെല്ലാം തന്നെ ഫോൺ നിർമ്മിക്കുകയാണ്. പക്ഷേ ഇവിടെ ഡിക്സൺ എന്ന് പറഞ്ഞ കമ്പനി ഇവരെല്ലാം മറികടന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ ഫോൺ എക്സ്പോർട്ട് ചെയ്ത കമ്പനി എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്.
ഇത് ശരിക്കും വലിയൊരു റിമാർക്കബിൾ അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ കമ്പനി കരുതുന്നുണ്ട്. സ്മാർട്ട് ഫോൺ കമ്പനിയാണ്, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് വലിയ ഫ്യൂച്ചറിസ്റ്റിക് അങ്ങനെ എങ്ങനെയൊന്നും പറയുന്നില്ല. ഡിക്സൺ എന്ന് പറഞ്ഞൊരു കമ്പനി സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയിൽ ഇന്ത്യക്കുള്ളിൽ 22% ഷെയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഐഫോൺ 17ന്റെ ഫുൾ ആൻഡ് ഫുൾ എൻറ്റയർ മാനുഫാക്ചറിങ് ഇന്ത്യക്കുള്ളിലാണ് ആപ്പിൾ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ ഒരു ഇലക്ട്രോണിക് ഹബ്ബായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ആപ്പിളിന്റെ ആ ഒരു ശ്രമം അത് നമ്മളെ ഒരിക്കലും ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇപ്പൊ സാംസങ് ഇന്ത്യക്കുള്ളിൽ A to Z കാര്യങ്ങളൊക്കെ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. ആപ്പിൾ എന്ന് പറഞ്ഞത് ഒരു ബ്രാൻഡാണ്. അപ്പൊ അവര് വേറെയും പദ്ധതി ഒരുക്കുന്നുണ്ട് ഇന്ത്യക്കുള്ളിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള ഫോണുകൾക്ക് കോമ്പറ്റീറ്റർ ആയിട്ട് മാറാൻ ആപ്പിൾ തയ്യാറെടുക്കുകയാണ്. ആപ്പിൾ ശരിക്കും ചെറിയ രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ടല്ല ഇന്ത്യക്കുള്ളിൽ വന്നിരിക്കുന്നത്. ഇന്ത്യയിലുള്ള മാസീവ് ആയിട്ടുള്ള പോപ്പുലേഷനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ആപ്പിൾ ഇന്ത്യക്കുള്ളിൽ വന്നിരിക്കുന്നത്. ആപ്പിൾ ശരിക്കും ഇന്ത്യക്കുള്ളിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ നിർമ്മിക്കാനുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയാണ്. തുടക്കം കുറിക്കുകയാണെന്ന് പറഞ്ഞാൽ വലിയ കാലതാമസം ഒന്നും എടുക്കൂല. ഒരു 6 to 8 months മാക്സിമം 1 yearനകത്ത് കോസ്റ്റ് എഫക്റ്റീവ് ഫോണുകൾ, ആപ്പിളിന്റെ ഫോണുകൾ ഇന്ത്യക്കുള്ളിൽ ഇന്ത്യക്കാർക്ക് മാത്രമായിട്ടുള്ള സ്പെസിഫിക് മോഡലുകൾ ആപ്പിൾ ഇറക്കാൻ പോവാണ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ശരിക്കും മറ്റുള്ള ഫോണുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു വെല്ലുവിളി ഉയർത്തും. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഡിക്സൺ വേണോ അല്ലെങ്കിൽ ആപ്പിൾ വേണോ എന്നൊക്കെ തെരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഷോർട്ട് ടൈം ആണ് ഇതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ലിസ്റ്റിൽ വരുന്നത് കേട്ടോ. ഇതൊന്നും വലിയ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിൽ പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇന്ത്യയിൽ GSTയുടെ സ്ലാബ് കട്ട് ഉണ്ടായല്ലോ. ഈ സ്ലാബ് കട്ടിൽ ഡിഫൻസ് വളരെ കൃത്യമായിട്ടൊരു പോയിന്റ് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഡിഫൻസിന്റെ കീഴിൽ ഒരുപാട് കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ പ്രൈവറ്റ് മേഖലയിൽ, SME കമ്പനികൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ കമ്പനികൾക്കെല്ലാം തന്നെ ഒരു ആശ്വാസമായിട്ടുണ്ട്. കാരണം വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഇന്ത്യക്കുള്ളിൽ പ്രോഡക്റ്റ് നിർമ്മിക്കുകയും അത് ആസ് യൂഷ്വൽ എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഡിഫൻസ്. അതായത് ഡിഫൻസ് മേഖലയിലുള്ള സ്പെയർ പാർട്സുകൾ മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പനികളെയാണ് വെൽക്കം ചെയ്യുന്നത് ഈ DRDO. അതിന് ഈ ഒരു GSTയെ അവരൊരു പോസിറ്റീവായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. കാരണം GSTയുടെ ഈ ലെവലിലുള്ള ഒരു കട്ട് ഓഫ് ശരിക്കും പറഞ്ഞാൽ ലാഭകരമായിട്ട് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. മൊറീഷ്യസ് പ്രൈം മിനിസ്റ്റർ ഡോക്ടർ നവീൻ ചന്ദ്ര ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ത്യയിലെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദിയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 680 മില്യന്റെ പാക്കേജ് US ഡോളറാണ്. 680 മില്യൺ US ഡോളർ വർത്ത് വരുന്ന ഡെവലപ്മെന്റ് പാക്കേജ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഇൻവെസ്റ്റിംഗ് ഇൻ മൊറീഷ്യസ്, അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകൾ സ്വീകരിക്കുക മാത്രമല്ല നമ്മൾ പല രാജ്യങ്ങളിലേക്കും ഇൻവെസ്റ്റ്മെന്റും കൂടി ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോവാണ്. അത് നല്ലൊരു ഗുഡ് സൈൻ ആണ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദിയും ഖത്തർ അമീറും തമ്മിൽ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ടെലിഫോൺ കോൺവെർസേഷൻ ആണ്. കാരണം ഖത്തർ അമീർ കഴിഞ്ഞ വർഷം ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ട് LNGയുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ പ്രോമിസ് ഒക്കെ തന്നിട്ട് പോയതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇപ്പൊ നിലവിൽ സംസാരിക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ആക്രമണത്തിന്, ഇസ്രായേലിന്റെ ക്രോസ് ബോർഡർ അറ്റാക്ക്, അതായത് ഖത്തറിന്റെ ഉള്ളിലേക്ക് ചെന്ന് അറ്റാക്ക് നടത്തിയത് ഖത്തറിന്റെ സോവറിനിറ്റിയെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയും ആസ് യൂഷ്വൽ ഒരു കണ്ടംപ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഖത്തറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അപ്പൊ ഏത് രാജ്യമാണെങ്കിലും സോവറിനിറ്റിയെ ബാധിക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ ഇന്ത്യ പിന്തുണയ്ക്കില്ല എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇസ്രായേലിന് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ ഒരു പ്രീ പ്ലാൻഡ് വിഷയങ്ങളാണ്. കാരണം ഈ അറ്റാക്ക് നടത്തുന്ന ദിവസം ഇസ്രായേലിന്റെ ഫൈനാൻസ് മിനിസ്റ്റർ ഇന്ത്യക്കുള്ളിലുണ്ട്. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത്. ഇത് ഓൾറെഡി തന്നെ ഇസ്രായേലിന് അറിയാവുന്ന വിഷയമാണ്. ഇന്ത്യ ഏത് രീതിയിലാണ് നിലപാടെടുക്കുക എന്നുള്ളത്. മൾട്ടിപോളാർ ഫോറിൻ പോളിസിയാണ് നമുക്കുള്ളത്. ഖത്തറിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഇന്ത്യക്കുള്ളിലുണ്ട്. എന്തിനു ഭേദം ഖത്തറുമായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഇസ്രായേലിന് തന്നെയുണ്ട്. LNG ഇസ്രായേൽ ഖത്തറിന്റെ അടുത്താണ് മേടിക്കുന്നത്, ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ US-ന്റെ ആ ഒരു ബേസ് ഖത്തറിന്റെ ഉള്ളിൽ വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനം പോലും ഖത്തർ റീകൺസിഡർ ചെയ്യാൻ തയ്യാറായിട്ടില്ല. അവർ ഒറ്റ വാക്കിലേ പറഞ്ഞോളൂ, ഇത് വേറെ വിഷയം, അത് വേറെ വിഷയം എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ രീതിയിലാണ് ഖത്തർ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഇടപെടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ട് സംസാരിച്ചതിൽ ഈ ഇൻവെസ്റ്റ്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ഫർദർ മൂവ് നടത്താൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾക്കാണ് തുടക്കം കുറിച്ചതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ IMAC കോറിഡോറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യൻ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി UAE സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിർണായകമായിട്ടുള്ള മീറ്റിംഗുകൾ നടത്തിയിട്ടുണ്ട്. ഇൻസൈറ്റ്സ് മലയാളം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ചാനലിൽ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യയുമായിട്ടുള്ള നെഗോസിയേഷന് ഓക്കെ പറഞ്ഞത്, ഈ ഡോർ തുറന്നത് ആരാണ് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും IMAC കോറിഡോറുമായിട്ട് ബന്ധപ്പെട്ട പ്ലാൻ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. I2U2 എന്ന് പറഞ്ഞ ആ ഒരു പാർട്ട്ണർഷിപ്പ് അത് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. അതിന് ഇസ്രായേലാണ് നിർണായകമായിട്ടുള്ള ചരടുവലി നടത്തുന്നത് അമേരിക്കയിൽ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇന്ത്യക്കുള്ളിലെ മൈനോറിറ്റീസിനെ കുറിച്ച് സ്വിറ്റ്സർലാൻഡിന് ഭയങ്കര വിഷമം. അതിന് ഇന്ത്യ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്ത് സ്വിറ്റ്സർലാൻഡിന്റെ വായടച്ചിരിക്കുകയാണ്.
അപ്പൊ അതുകൊണ്ട് മൈനോറിറ്റി ക്രൈസിസ് വേറെ എവിടെയൊക്കെ നടക്കുന്നുണ്ട് അവിടെയൊക്കെ പോയി നോക്കൂ. അല്ലാതെ ഇന്ത്യക്കുള്ളിൽ വന്നിട്ട് മൈനോറിറ്റി ക്രൈസിസ് നോക്കേണ്ട കാര്യമില്ല. UNHRCയിൽ റിപ്പോർട്ടുണ്ട്. UNHRC റിപ്പോർട്ടിനെ കുറിച്ച് മാത്രം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ഇവർ ഈ റിപ്പോർട്ടുകൾ എടുക്കുന്നത്, എന്താണ് ഈ റിപ്പോർട്ട് കൊണ്ടുള്ള പ്രയോജനം, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഡീപ് സ്റ്റേറ്റുകൾ റിപ്പോർട്ടുകൾ ഉപയോഗിക്കുന്നത്, അങ്ങനെ പല രീതിയിലും രാജ്യങ്ങളെ കൂട്ടുപിടിക്കാൻ. ഇപ്പൊ വെനിസുലയുടെ മേലിൽ അമേരിക്ക ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ എന്താണ് വേണ്ടത്? ഗ്ലോബൽ സപ്പോർട്ട് വേണം. ഈ ഗ്ലോബൽ സപ്പോർട്ട് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? മരുന്ന് കച്ചവടം നിങ്ങളുടെ രാജ്യങ്ങളിലേക്ക് ഇതുവഴി നടക്കുന്നു അതുവഴി നടക്കുന്നു പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള CIA ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ പുറത്തുവിടും. അപ്പൊ ഇതൊക്കെ കണ്ട ഉടനെ ഭയങ്കരമായിട്ടുള്ള ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ ഉള്ള യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യക്കുള്ളിൽ ആക്രമണം നടത്തുന്നത് ഹ്യൂമാനിറ്റേറിയൻ അല്ല, അതേസമയം റഷ്യ ഉക്രൈനിൽ തിരിച്ചടിക്കുന്നത് ഹ്യൂമാനിറ്റേറിയൻ കൺസേണിൽ വരും. ആഫ്രിക്കയിൽ പോയിട്ട് കൊള്ളയടിക്കുന്നത് ഹ്യൂമാനിറ്റേറിയൻ കൺസേണിൽ വരത്തില്ല. അപ്പൊ അതുപോലെ ഈ രീതിയിലുള്ള ഇരട്ടത്താപ്പുള്ള യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ വാലും പിടിച്ചങ്ങ് നിൽക്കും. അതുപോലെ ഒരു അടവാണ് ഇപ്പൊ അമേരിക്ക ബ്രസീലിൽ നിന്ന് മൊറോക്കോ, ഫ്രാൻസ്, സ്പെയിൻ, മോണ്ടിന്യൂഗ്രോ വഴി യൂറോപ്പിന്റെ ഉള്ളില് മറ്റേ മരുന്നുകളൊക്കെ ഒഴുകുന്നു എന്നുള്ള ഒരു വാർത്ത ഇപ്പം ഇറക്കി വിട്ടിട്ടുണ്ട്. ഈ മരുന്ന് കച്ചവടം എന്നുള്ളത് എല്ലാ കാലത്തും എല്ലാ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അത് കുറഞ്ഞ അളവിൽ കൂടിയ അളവിലൊക്കെ പല രീതിയിലും എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അപ്പൊ അതിനെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ വെനിസുലയാണ് ഇതിന്റെ ഒരു ആസ്ഥാനം എന്ന് കരുതിക്കൊണ്ട്, അഥവാ അമേരിക്ക വെനിസുലയെ അറ്റാക്ക് ചെയ്യുന്നുവെങ്കിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ, നാറ്റോ, ഇവരൊക്കെ അമേരിക്കയെ ബാക്കപ്പ് ചെയ്ത് നിൽക്കണം. അതിന് കാരണമായിട്ട് ഈ ഒരു വിഷയം ഇങ്ങനെ എടുത്തു കാണിക്കും. അതുപോലത്തെ ഒരു റിപ്പോർട്ട് തന്നെയാണ് ഈ ഒരു UNHRC പുറത്തിറക്കുന്ന റിപ്പോർട്ട്. അതിന് അത്ര വാല്യൂ ഉള്ളൂ. കേരളത്തിലുള്ള വാർത്ത കാണുന്ന ആൾക്കാരുടെ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര ആൾക്കാർ ഈ ഹ്യൂമൻ റൈറ്റ്സ് സർവേയിൽ പങ്കെടുത്തിട്ടുണ്ട്? ഏതെങ്കിലും യുണൈറ്റഡ് നേഷൻസിന്റെ റെപ്രസെന്റേറ്റീവ് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്നിട്ട് സർവേ എടുത്തിട്ടുണ്ടോ? ഇവരെങ്ങനെയാണ് ഇത് എടുക്കുന്നത്? അതിനൊരു പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട്. അതനുസരിച്ചാണ് പല പല ഇൻഡെക്സുകളുണ്ട്. അതനുസരിച്ചിട്ടാണ് ഇവർ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന് ഇവർ പർട്ടിക്കുലർ ആയിട്ട് ഒരു ഏരിയ സെലക്ട് ചെയ്യും. ഇവർ അതിനു വേണ്ടിയിട്ട് ചില NGOസിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ആർമി ചീഫ് ഉപേന്ദ്ര ദ്വിവേദി മ്യാൻമർ ഫോഴ്സുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇന്ത്യയും മ്യാൻമറിലെ കമാൻഡേഴ്സുമായിട്ട് നടത്തിയ ചർച്ച ശരിക്കും പറഞ്ഞാൽ മിനറൽ മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ചർച്ച മുന്നോട്ട് പോകുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ്, ചൈനയുമായിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് മെച്ചപ്പെട്ട അവസ്ഥയിൽ മ്യാൻമറുമായിട്ട് നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള കണക്ഷൻസ് സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് ഇന്ത്യ വിശ്വസിക്കുന്നത്. അപ്പൊ ആ ഒരു വിഷയങ്ങളിലേക്ക് അത് മാക്സിമം ബെനിഫിറ്റ് എടുക്കുക എന്നുള്ളതാണ്. ചൈനയുമായിട്ട് നമ്മൾ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ അവസരം മുതലാക്കിക്കൊണ്ട് പല രാജ്യങ്ങളുമായിട്ടും നമ്മൾ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് മ്യാൻമാറുമായിട്ടൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. USIBC എന്ന് പറയുന്നത് US ഇന്ത്യ ബിസിനസ് കൗൺസിൽ. ഇത് നമ്മളുടെ ഒരു ഡയസ്പൊറയാണ്. ഈ ഡയസ്പൊറയുടെ പ്രസിഡന്റ് അതുൽ കശ്യപ് പറഞ്ഞിരിക്കുന്നത് പ്രൈം മിനിസ്റ്റർ മോദിയും ട്രംപും തമ്മിൽ സംസാരിച്ച് ഈ ഒരു ഇന്ത്യ അമേരിക്ക ട്രേഡ് താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ് പുള്ളി തന്നിരിക്കുന്നത്. ഇതിപ്പോ തരേണ്ട കാര്യമൊന്നുമില്ല. ഇവരൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ഇവരൊക്കെ തന്നെയാണ് നേരത്തെ കൂട്ടി ഇതൊക്കെ ചെയ്തു തരേണ്ടത് ഇന്ത്യക്ക്. അന്നൊക്കെ ഇയാള് വാലും ചുരുട്ടി വെച്ചുകൊണ്ടിരുന്നതാണ്. ഒന്നും സംസാരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരു വാർത്തയും ഇയാളെ കുറിച്ച് വന്നിട്ടില്ല. ഇപ്പോഴാണ് തലയൊക്കെ പൊന്തിക്കൊണ്ട് വരുന്നത്. ഡൽഹി പോലീസ് ഒരു നേപ്പാളി സിറ്റിസനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യക്കുള്ളിൽ നിന്നാണ്. നേപ്പാളിലെ ബീർഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇയാളുടെ ഒറിജിനൽ സ്ഥലം. ഇയാൾ ഇന്ത്യക്കുള്ളിൽ വന്ന് ലക്ഷ്മി നഗർ ഈസ്റ്റ് ഡൽഹിയിലാണ് താമസം. ഡൽഹിയിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ സൂക്ഷിക്കണം. ഇങ്ങനെ ഫോറിൻ രാജ്യത്ത് നിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് താമസിക്കുന്ന ആൾക്കാർ. ഇപ്പോഴും നേപ്പാളിന്റെ ഉള്ളിൽ ഇഷ്യൂ നടക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇന്ത്യക്കുള്ളിൽ കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ട് ഇല്ലീഗലായിട്ട്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രഭാത് കുമാർ ചൗരസിയ എന്നാണ് പുള്ളിയുടെ പേര്. 43 വയസ്സാണ്. ഈ വ്യക്തി ചെയ്തിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാല് പാകിസ്ഥാനിന് ഇന്ത്യൻ സിം പർച്ചേസ് ചെയ്ത് നൽകിയിരിക്കുകയാണ്. ഇത് പാകിസ്ഥാന്റെ ISIക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ സിം ഓഫർ ചെയ്തിരിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഓഫർ ചെയ്യുന്നത് മാത്രമല്ല, പുള്ളി കുറെ സിം കാർഡുകൾ ഇതേപോലെ പർച്ചേസ് ചെയ്ത് ISIക്ക് കൈമാറിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഈ വ്യക്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് ISI ഇയാൾക്ക് ഓഫർ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ അമേരിക്കൻ വിസ. അതാണ് ഓഫർ ചെയ്തത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നേപ്പാളിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ജീവനോപാധി വേണമെന്ന് പറഞ്ഞിട്ട്, ജീവിക്കാൻ മാർഗമില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ പോയാൽ നന്നായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വരുന്ന ആ ഇല്ലീഗൽ ഇമിഗ്രന്റ് ഉണ്ടല്ലോ, യുവമാരൊന്നും ഇന്ത്യക്കുള്ളിൽ സ്ഥിരമായിട്ട് നിൽക്കില്ല. ഇവരെല്ലാം തന്നെ അമേരിക്ക, യൂറോപ്പ്, അങ്ങനെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ചേക്കേറാനാണ് വിചാരിക്കുന്നത്. അത് ഇന്ത്യൻ പാസ്പോർട്ടിൽ ഇവർക്ക് ചേക്കേറണം. അതാണ് വേണ്ടത്. ഇതേപോലെയുള്ള ഇമിഗ്രന്റുകൾ ഒരുപാട് ഇന്ത്യകളിലുണ്ട്. ശരിക്കും പല സ്റ്റേറ്റുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കുന്നില്ല. നമ്പർ 1 വെസ്റ്റ് ബംഗാൾ, പിന്നെ കേരളം, ഇങ്ങനെ ഒരുപാട് സ്റ്റേറ്റുകൾ നമുക്ക് എണ്ണിയെടുത്ത് പറയാൻ കഴിയും. ഇവരൊക്കെ തന്നെ, ഇതിലൊക്കെ പല ഇല്ലീഗൽ ഇമിഗ്രന്റുകളും ഇവിടെ വോട്ടിടാൻ വരെ പാകപ്പെട്ടിരിക്കുന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതായത് കേരളത്തിൽ ഇവരെ സേട്ടാ പറഞ്ഞുകൊണ്ടുള്ള ആൾക്കാരൊക്കെ ഇനി ലൈനിൽ നിന്ന്, ക്യൂവിൽ നിന്ന് വോട്ടിടും. അതാണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ യുവമാർക്ക് നമ്മുടെ രാജ്യത്തിനോട് ഒരു രീതിയിലുള്ള അഫെക്ഷനും ഉണ്ടാവില്ല.
അതുകൊണ്ടാണ് ഇവരെ പോലത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇന്ത്യൻ സിം കാർഡുകളൊക്കെ വാങ്ങിച്ച് പാകിസ്ഥാന്റെ ISIക്ക് തന്നെ വിൽക്കുന്നത്. എന്നിട്ട് അമേരിക്കയിലേക്കോ ഏത് ഉഗാണ്ടയിലേക്കോ ഇതിനെ കയറ്റി വിടുന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിന്റെ സാഹചര്യം എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് അവസ്ഥ. അപ്പൊ എന്തായാലും ഇനിയെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റുകൾ കുറച്ചുകൂടെ അലേർട്ടായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും കുറെ വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.